അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നമ്മൾ കാസർഗോഡ് വരെ പോയിട്ട് ട്രെയിനിന് പോകും, പിന്നെ അവിടുന്ന് ബസ്സിന് പോയിട്ട് മംഗലാപുരത്ത് പുത്തൂർക്ക്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും ഇൻട്രോ എടുക്കാനില്ല, കാരണം ഇരുത്തേനു. ഇപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ആ അപ്പോൾ ഗൈസ് ഞങ്ങൾ ചായ ഒക്കെ മേടിച്ചിട്ടോ. അങ്ങനെ പോകും, നമ്മൾ ലാസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടോ. ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ ലോക്കലിലാട്ടോ കയറിയത്. പിന്നെ അമ്മായികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തിരക്കുണ്ടോ ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു. എന്നാൽ സീറ്റും കിട്ടിയിട്ടോ. അപ്പോൾ ഞാനും ഇയമോളും റയ്യാനൊക്കെ ഒരുമിച്ചാട്ടോ ഇരുന്നത്, അനിയത്തിയൊക്കെ. ഇപ്പോൾ രാവിലെ വന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ കുറച്ച് ഞാനും റയ്യാനും ഇത് ചായയൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. രാവിലെ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചതേനു. അത് വെളുപ്പിന്, നന്ന വെളുപ്പിന്. അവിടെ എത്തിയപ്പത്തിന് 9:45 ട്രെയിൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തട്ടൻ ചിറ്റിയതൊക്കെ ഊരി, കാരണം തല വേദനിച്ചിട്ട് തട്ടൻ ചിറ്റിയതൊക്കെ ഊരി. പിന്നെ നല്ല രസമാണ് കേട്ടോ, എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഞങ്ങൾ ഇനി ഇവിടുന്ന് എല്ലാവരും ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോക്ക് പോവും, ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോവും. പിന്നെ അവിടുന്ന് അങ്ങനെ മംഗലാപുരം പുത്തൂർ പോകും കേട്ടോ. മംഗലാപുരമല്ല, പുത്തൂർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. അമ്മയാളുണ്ട്, മൂത്തന്മാരുണ്ട്, അമ്മമാരെല്ലാവരും ഉണ്ട്, കുട്ടികളെല്ലാവരും ഉണ്ട്. ഒരു വിധേ കൊണ്ട് വിശന്ന് കണ്ണാണ് അതയക്കണം നടക്ക്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ്സിന് പോകും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഇവിടുന്ന് പ്രിയദർശിനി ബസ് കിട്ടിയിട്ടോ. മംഗലാപുരത്തേക്കല്ല, സ്ഥലത്തേക്ക്. പിന്നെ അവിടുന്ന് വേറെ ബസ്സിന് പോകാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ ആരെയാണ് ഉൾപ്പെടുത്തൊന്നുമില്ല കേട്ടോ. ഓക്കെ. മുത്തുമണികളെ, അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറി കേട്ടോ. മറ്റേ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തി, ബസ് കയറിയിരുന്നു. പിന്നെ നേരെ പുത്തൂർ പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. പുത്തൂർ റഞ്ചത്തേക്കുള്ള ബസ്സിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് കേട്ടോ. അവിടെ പോണ സമയത്ത് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. നല്ല ചുരവും കാടും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ പുത്തൂർ റഞ്ചത്ത് എത്തി കേട്ടോ. ബസ് ഇറങ്ങിയിട്ടെത്തി. ഇനി ഞങ്ങൾ നടന്നു പോയി കൊണ്ടിരിക്കാം. ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ നടന്നു പോവാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിൽ ആൾക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇറങ്ങിയപ്പോൾ ബസ് മൊത്തം കാലി. അപ്പോൾ ഞങ്ങളിനി അവിടെ പോയിട്ട് ഞാൻ വീഡിയോ പറ്റണ എടുക്കാം കേട്ടോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേസ്, യാത്രാ ക്ഷീണം നല്ലോണം ഉണ്ട്. ഞാൻ രാവിലെ 3 മണിക്ക് ഞാൻ നീച്ചതാണ്. അപ്പോൾ നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ. ഞങ്ങൾ മൂത്തമാരെ എത്തിക്കണം. എന്നെ വേഗം പറന്ന് ഒരിടലും വെള്ളം കുടിച്ചലും ഒരു വിധമായി കഴിച്ച് ഞങ്ങൾ അതാ തട്ട. അപ്പോൾ തലല്ല വേദന ഉണ്ട്. മൈലാഞ്ചി കിട്ടും കേട്ടോ. ഇന്നലെ രാത്രി ഇട്ടതാണ്. ഇത് അനിയത്തി ഇട്ടെന്നാട്ടോ. പിന്നെ റിസക്കും തന്നെ അത് ഞാൻ ഇട്ട് കൊടുത്ത ഈ ഹാർട്ട്. ഇത് അനിയത്തി ഇട്ട് കൊടുത്ത. ഇത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചാട്ടോ. കൈക്ക് ഇത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചാട്ടോ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പിന്നെ ഇത് അനിയത്തി ഇട്ടെന്നാട്ടോ. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇത് സ്റ്റിക്കറാണ്. ഇത് അനിയത്തി ഇട്ടെന്നാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ്. ചെറിയ സ്റ്റേജ് ആട്ടോ. ഇന്നലെ തലേ ദിവസം ആയിരുന്നുണ്ടോ നല്ല മൈലാഞ്ചി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റും, ചുരിദാർ ഇടും കേട്ടോ. അപ്പോൾ വന്ന ക്ഷീണമുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേനു, എല്ലാവരോടും വർത്തമാനം പറഞ്ഞു.
കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. കുറേ കൊല്ലത്തിന് ശേഷമാണ് എല്ലാവരും കാണുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ രാത്രി തലേന്നിട്ട ഡ്രസ്സ്. ഞാൻ പാട്ടൊക്കെ പാടിയുണ്ട് ഗൈസ്. പാട്ട് പാടുന്ന വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. പിന്നെ ഈ മോള് എൻ്റെ അമ്മായിൻ്റെ മോള്, പിന്നെ എൻ്റെ കുഞ്ഞമ്മാൻ്റെ പേരക്കുട്ടി, അവരൊക്കെ പാടെ അവിടെ സ്റ്റേജിന്മേൽ ഡാൻസ് കളിക്കുന്നു. റിസമോളൊക്കെ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ടോ. ഇത് എൻ്റെ കുഞ്ഞമ്മാൻ്റെ പേരക്കുട്ടി കേട്ടോ, അനുമോളാണ്. പിന്നെ റിസമോക്ക് ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നഖത്തുമ്പിൽ ശർക്കര മൈലാഞ്ചി. അതാണ് ഓളെ കൈ അങ്ങനെ വെച്ചിട്ടുണ്ടേ. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നേരത്തെ കളിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെൻ്റെ മൂത്തമ്മാൻ്റെ പേരക്കുട്ടിയാണ്, ആ നീല കുപ്പായിട്ടത്. ഈ മെറൂണ് എൻ്റെ അമ്മോൻ്റെ മോളാണ്, ചെറിയ മോള്. റിസമോള് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ നിങ്ങളോടൊക്കെ. പിന്നെ ഇപ്പുറത്ത് കണ്ടത് ഇത് അനുമോള് കേട്ടോ, അനു. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പുതിയാപ്പിളിനെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പുതിയാപ്പിള ഇതാണ് പുതിയാപ്പിള ജമീർ. അപ്പോൾ ഒത്തുമണികളെ, ഇതാണ് എൻ്റെ മൂത്തമാരെ മോൻ കേട്ടോ. എന്താണ് വിശേഷങ്ങൾ? എന്താ വിശേഷം? നല്ല വിശേഷം, സുഖാണ്. സുഖല്ലേ ഗൈസ്? എല്ലാവരും ചോദിക്കുന്നോടൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പുതിയാപ്പിളയാണത്. പെണ്ണിന്റെ പേരെന്ത്? ഇസ്മത്ത്. മലയാളം നല്ലോണം സംസാരിക്കട്ടോ അല്ലേ? കന്നഡത്തിൽ സംസാരിക്കും. ഞാൻ ചോദിക്കാം, സുഖമാണെന്നുള്ളത് എന്താ പറയാ? പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നിങ്ങളോട് വരാനാ പറയണത് കേട്ടോ കല്യാണത്തിന്. എങ്ങനെ വരാൻ? ഞാൻ നാളെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും വരണം, ദുആ ചെയ്യാം. അതെ, മതി. അപ്പൊ അതാണ് പുതിയാപ്പിള. ജമീറാട്ടെ പേര്. പെണ്ണിന്റെ പേര് ഇസ്മത്ത്, ചെക്കൻ്റെ പേര് ജമീർ. അബ്ദുൽ ജമീർ. ഇതിന്റെ മുടി ഞാൻ ആകെ മുടി ഇതാക്കുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്, ശർക്കര മൈലാഞ്ചി ഇട്ടു. കുറച്ച് നസീബ് തത്ത വരി തട്ടിട്ട് ജമീറൊക്കെ വന്നല്ലോ. പുതിയാപ്പിള ഇവിടെ ഭയങ്കര പണിയില്ല കേസ്. നാളെ കല്യാണം പുതിയാപ്പിള ഇവിടെ ഭയങ്കര പണിയിലാണ്. നിൽക്ക്, ഭയങ്കര പണിയില്ല കേസ്. പുതിയാപ്പിളയാണ് നാളത്തെ മണവാളനെ. ഇത് മൂത്തമ്മാൻ്റെ മൂത്ത മോനാണ്, മൂത്ത പുത്രൻ. ഇവിടെ നോക്കി, ഓനക്ക് നാണക്കേടായിട്ട്. ഇതാണ് ഗൈസ് സുലൈമാൻ. ഓന് പെണ്ണ് നോക്കണ്ട കേട്ടോ. പെണ്ണുണ്ടെങ്കിൽ പറയട്ടെ എല്ലാവരും. ഓന് നാണെന്നും കൊണ്ട് ഓന് അങ്ങോട്ട് മറിഞ്ഞിക്കാണ്. ഇതാണ് എൻ്റെ മൂത്താപ്പ. അതിൻ്റെ മൂത്താപ്പാണ്. മൂത്താപ്പ ഭയങ്കര ധൃതിയിൽ പോണു.
മുത്തുമണികളെ രാത്രി കിടക്കുമ്പോഴത്തേന് ഒരുപാട് ലേറ്റ് ആയിട്ടോ. നേരം വെളുക്കുന്ന നേരത്തെ ഒന്ന് കണ്ണുമ്പിയത്. അപ്പോൾ ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ കല്യാണത്തിന് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ പഴയ ഡ്രസ്സന്നെ ഇട്ടിട്ടുള്ളത്. പിന്നെ കമ്മൽ, പിന്നെ നെറ്റിച്ചൂട്ട് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെറ്റിച്ചൂട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടിട്ടാണ്. ഇയമോക്ക് ഇത് ഞാൻ പുതിയ എടുത്തതായിരുന്നു കേട്ടോ. ഓളെ ഡ്രസ്സ് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മൾ കുഞ്ഞാമാൻ്റെ മോൻ്റെ കാറിലാട്ടോ പോണേ. ഞാൻ ഫ്രണ്ടിലായിട്ട് ഇരുന്നിട്ടുണ്ടായിന്. ഞാനും ഇയമോള് ഫ്രണ്ടിലിരുന്നു, അമ്മയാൾ ബാക്കിലിരുന്നു. അങ്ങനെ ആ വരുന്ന കാറ് എൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ കാറാട്ടോ. അതിലും ഓരോ ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും മണ്ഡപത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാട്ടോ. എടുത്തോ. ഗോയി യാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാം കേട്ടോ അവിടെ ഹാളിൽ. അപ്പോൾ പുതിയണ്ണിൻ്റെ സ്റ്റേജ് വേറെ, പുതിയാപ്പളത്തെ സ്റ്റേജ് വേറെ ആയിരുന്നു കേട്ടോ. പെണ്ണ് വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ ആരെയും അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതാ പെണ്ണും ചെക്കനും ഇറങ്ങുകയാണ്. പെണ്ണ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പെണ്ണിനെ ഞാൻ ശരിക്കും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ അതാണ്. നമ്മളങ്ങനെ നേരെ തിരിച്ച് മൂത്തമാരുടെ വീട്ടിൽ തന്നെ പോട്ടെ. അവർക്ക് എന്തൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാണ്ട്. അപ്പം അങ്ങനെ നമ്മളളയാക്കാൻ്റെ കാറിൽ കയറിയണു. നമ്മളങ്ങനെ നേരെ പരക്ക് പോവാണ്. നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴയേനു. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ചൂട് സഹിക്കാൻ കഴിയണ്ടായില്ല. പിന്നെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി, മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിട്ടോ. ആചാരങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ടുള്ള ആചാരങ്ങളൊക്കെ കാണിച്ചു. മുത്തുമണികളെ ഇത് ഇവിടുത്തെ ഒരു ആചാരം കേട്ടോ. ഇതിന് ഇനി ആരും കമൻ്റ് ഒന്നും ഇടണ്ട. അതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പോലെയല്ലേ. അങ്ങനെ ഞങ്ങൾ പെണ്ണിനും ചെക്കനൊക്കെ റൂമിലാക്കി. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഞാൻ കുറേ ചിരിച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ പെണ്ണിനും ചെക്കനും റൂമൊക്കെ ആക്കിയപ്പോൾ നോക്കുമ്പോൾ റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ക്ലീൻ ചെയ്ത് ഉള്ളിലേക്കാക്കി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ മുത്തുമണികളെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ടയേർഡായതുകൊണ്ട്. അപ്പോൾ നമ്മൾ മടങ്ങി വരിക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടയേർഡായതുകൊണ്ടാണ് വീഡിയോസൊന്നും അധികം എടുക്കാതിന് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ബൈ.